അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളറിയാതെ മറ്റേ ആരോടെങ്കിലോടും എന്തെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നതാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും പലതും ഒളിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ദ ഹൈ പ്രീസ്റ്റസ് കാർഡാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹൈ പ്രീസ്റ്റസ് കാർഡ് എന്ന് വ്യക്തമാക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പലതും മറയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ആൻഡ് നമുക്ക് ഇവിടെ യെസ് ഓഫ് കോഴ്സ് അവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ സൂചനകൾ ഏറെക്കുറെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരിക്കണം. ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പലതും മറയ്ക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളെയും ആ ഒരു പേഴ്സണെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അയാളുടെ ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ടൈം അങ്ങോട്ട് അഡ്ജസ്റ്റ് ആകുന്നുണ്ടായിരിക്കില്ല അവർക്ക്. ഓക്കെ, അതൊരു ചില വ്യക്തികൾക്ക് ചില എനർജികളിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി വരുന്നത് ചില വ്യക്തികൾക്ക് അതൊരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഡിവൈൻ പ്ലാൻ ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി വന്നിട്ടുള്ളത് ഡിവൈൻ പ്ലാൻ അല്ല. അത് നിങ്ങളുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ അവരുടെയും നിങ്ങളുടെയും സ്പിരിച്വൽ ജേണിയെ തന്നെ ബ്ലോക്ക്ഡ് ആക്കിയിട്ടുള്ളൊരു തേർഡ് പാർട്ടി എനർജി എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതൊരു ഡിവൈൻ പ്ലാൻ പ്രകാരം വന്നിട്ടുള്ളൊരു തേർഡ് പാർട്ടി എനർജി അല്ല. ഇത് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളൊരു തേർഡ് പാർട്ടി എനർജി ആണ് എന്നാണ്. അതിൻ്റെ ഏറെക്കുറെ സൂചനകൾ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വ്യക്തിയായിട്ട് അങ്ങോട്ടേക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് പോകുന്നതല്ല, ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഇവരുടെ അടുത്തിലേക്ക് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വരുന്നതാണ്. സോ എന്താ പറയുക, വിശ്വാമിത്രന് പോലും ഇളക്കാനായിട്ട് പലരും ശ്രമിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാലോ. അത്തരത്തിലുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതൊരു ഡെവിൾ എനർജി ആയിട്ടും കൂടിയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഈ ഒരു തേർഡ് പാർട്ടി എനർജി മൂലം ബ്ലോക്കേജസുകൾ വരുത്തുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു ടൈം പീരീഡ് ഇപ്പോൾ തരുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളോടൊരു പ്രയോറിറ്റി കാണിക്കുന്നുണ്ടായിരിക്കില്ല, ഒരുപാട് ഉണ്ടായിരിക്കും ഇപ്പോൾ. അങ്ങനെയല്ല, കൂടുതൽ ഭയങ്കരമായിട്ടുള്ള അവഗണനല്ലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. മറ്റാരെക്കാളും നിങ്ങൾക്കാണ് അവരുടെ എനർജിയിൽ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാകും. അതുമാത്രമല്ല, അതെന്താണെന്നും കൂടി ഡിവൈൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വളരെയധികം ഇൻഡ്യൂഷൻ പവർ ഈ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് തരുന്നുണ്ട്. കാരണം നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അവിടെ ആ സോൾ പാത്തിൽ ഒരു ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി എനർജി അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. സോ അവരിൽ അയാൾ കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി, അയാളെന്ന് പറയുന്നത് സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ വ്യക്തി ആരാണോ അവർ കണക്റ്റഡ് ആയിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരെടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അറിയാനും ഒരുപാട് കൗതുകത്തോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ ഒരുപാട് മറന്നു പോകുന്നുണ്ട്. എന്നാൽ പോലും പൂർണ്ണമായിട്ടും അവർ മറക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചും അപ്പോഴും അവരുടെ മനസ്സിൽ ചിന്തയുണ്ട്. ഓക്കെ, പൂർണ്ണമായിട്ടും അവരുടെ എനർജി ഫുള്ളായിട്ട് അവർക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെ എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ആ വ്യക്തി നിൽക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങളുടെ എനർജിയെ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത് ഒരു ഡിവൈൻ എനർജി തേർഡ് പാർട്ടി അല്ല. ഓക്കെ, ഇതൊരു ഡെവിൾ എനർജി തേർഡ് പാർട്ടി ആണ്. ദാറ്റ് യു ഹാവ് ടു റിമൂവ് ഇറ്റ്. അത് നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു ഡിവൈൻ എനർജി തേർഡ് പാർട്ടി ആണെങ്കിൽ അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിയാതെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബ്ലോക്കേജസ് ഉണ്ടാക്കും. അത് മുന്നോട്ടേക്ക് അതൊരു ഡിവൈൻ പ്ലാനിൽ തന്നെ അതൊരു അൺഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതിനെ നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി റിമൂവൽ ചെയ്തിട്ട് ഈ ഒരു എനർജിയെ വ്യക്തമായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് യൂണിവേഴ്സിന് വേണ്ടതാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ സമർപ്പിക്കൂ. തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽ, വൈറ്റ് മാജിക് സ്പെല്ലൊക്കെ ഉണ്ട് നമുക്ക്. സോ നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതലും എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വരുന്നതാണ് ഈ പറയുന്ന വൈറ്റ് മാജിക് സ്പെല്ല്. വൈറ്റ് മാജിക് സ്പെല്ലിലൂടെയൊക്കെ നമ്മളൊരു റിക്വസ്റ്റ് യൂണിവേഴ്സിന് സമർപ്പിക്കുകയാണെങ്കിൽ അത് വളരെ വേഗം തന്നെ യൂണിവേഴ്സ് അതിൽ വർക്ക് ആക്കുന്നതായിരിക്കും. സോ
അതൊരു പെറ്റീഷനാണ് യൂണിവേഴ്സിന് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഒരു പെറ്റീഷൻ കൊടുക്കൂല. അപ്പോഴാണ് നമ്മൾക്ക് പോലീസ് അതിനൊരു നടപടി എടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഏറെക്കുറെ കാര്യങ്ങളിലും എന്താ പറയുക, ഡിവൈൻ ഇടപെടുന്നതും അങ്ങനെ തന്നെയാണ്. ഇതൊരു പെറ്റീഷനാണ്. വൈറ്റ് മാജിക് സ്പെൽ എന്ന് പറയുന്നത് യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു പെറ്റീഷനാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിന് അതൊന്ന് സറണ്ടർ ചെയ്യൂ, ബാക്കി യൂണിവേഴ്സ് നോക്കിക്കൊള്ളാം എന്നാണ്. സോ അവിടെ ഡിവൈനായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അതിൽ നിന്നും ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്നും വിട്ടു പോകുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തി. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി പലപ്പോഴും ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ ഓൺലൈനിൽ വന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ അടുത്തൊരു മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് പോലും എടുത്ത് നോക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ പലരും അത് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെ അല്ലെങ്കിൽ അവരുടെ ലാസ്റ്റ് സീൻ പോലും നിങ്ങളിൽ നിന്നും ഹൈഡ് ആക്കി വെക്കുന്ന സിറ്റുവേഷൻസ് പലരുടെയും എനർജിയിൽ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയാസിൽ പലതും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രിയൊക്കെ അവർ ഓൺലൈനിലുണ്ടെങ്കിലും ചിലപ്പോൾ പറയും ഞാൻ ഭയങ്കര ബിസിയാണ്, വർക്കിൽ ബിസി ആയതുകൊണ്ട് നിങ്ങളുടെ മെസ്സേജ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതൊന്നല്ല, അവരത് കുറച്ചൊക്കെ മനഃപൂർവ്വം അത് വിട്ട് കളയുന്നുണ്ട്. ഇതിങ്ങനെ വിട്ട് കൊടുത്താൽ പിന്നെ അവരത് 10 ഓഫ് പെൻറ്റിക്കിൾസ് അതാണ് കിട്ടിയിട്ടുള്ളത്. അത് വളരെ ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ വാണിംഗ് പോലെ പറയുന്നുണ്ട്. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളിൽ ഒരുപാട് നുണകൾ പറയുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ഏറെക്കുറെ നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു സത്യം. അവർ യൂണിവേഴ്സായിട്ട് തന്നെ പലതും നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ വ്യക്തമായിട്ട് തെളിവ് സഹിതം തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണം. അവർക്ക് തേർഡ് പാർട്ടി എനർജി ഉണ്ടെന്നും തേർഡ് പാർട്ടിയിലൂടെ അവർ മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഉള്ള കാര്യത്തിലേക്ക് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. സോ യു ഹാവ് ടു ടേക്ക് ദ ആക്ഷൻ. ആക്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് പോയി വഴക്കിടല്ല. നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഇല്ലേ, ഒരിക്കലും അവർ സമ്മതിക്കില്ല അല്ലേ. ഞാനിവിടെ വേറൊരു പെണ്ണോ അല്ലെങ്കിൽ വേറൊരാണോ ആയിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞു, നീ നിന്റെ പാട് നോക്കിപ്പോ, അങ്ങനെ ഒരിക്കലും പറയില്ല. അവര് അവരുടെ ഭാഗം ക്ലിയർ ആക്കി നിൽക്കാനായിട്ടും നിങ്ങളെ തെറ്റുകൾ, അതായത് നിങ്ങളാണ് തെറ്റ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മേലിലെ പഴി ചാരും അവരുടെ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ ഈ പഴി ചാരുന്ന ഒരു അവസ്ഥാന്തരമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അവിടെ അവരുടെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു വഴക്കുണ്ടാവുന്ന സാഹചര്യം, കാരണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നുണ പറയാൻ വളരെയധികം മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് നമ്മളത് സത്യമാണെന്ന് അവരുടെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ അതാണ് സത്യമെന്ന് നമ്മൾ സ്വയം വിശ്വസിച്ചു പോകുന്ന രീതിയിലാണ് അവരവിടെ നുണകളെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക എന്നിവിടെ കാണിക്കുന്നുണ്ട്.